രണ്ടുപേരും ട്രെയിനിങ്ങിൽ ഫസ്റ്റായി പാസ്സാവണം. ഹാർഡ് വർക്ക് ചെയ്താൽ പെട്ടെന്ന് ഉയർന്നു പോകാവുന്ന നല്ല പോസ്റ്റാണ്. അവിടുത്തെ MD എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. കുറുപ്പ് മാഷുടെ മക്കളെന്നുള്ള അന്തസ് നിങ്ങൾ പാലിക്കണം. പാലിക്കില്ലേ? എന്റെ വശത്ത് നിന്നും അന്തസ്സില്ലാത്ത ഒരു പെരുമാറ്റം ഉണ്ടാവില്ല. എന്റെ വശത്ത് നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി സമയം കളയണ്ട. മാധവൻകുട്ടി, ഇതെവിടെ പോകുന്നു? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല, പക്ഷെ എന്തിനെങ്കിലും അവന്റെ മുമ്പിൽ തോറ്റു എന്നറിഞ്ഞാ വെട്ടി നുറുക്കിക്കളഞ്ഞ. അയ്യേ, ഏതെങ്കിലും കാര്യത്തില് നീ അവനേക്കാളും പുറകിലാന്നറിഞ്ഞാ പിന്നെ അമ്മ ജീവിച്ചിരിക്കില്ല. എന്തിനാണ് ഇങ്ങനെ വാശി പിടിപ്പിക്കണേ? തലയിരിക്കുമ്പോ വാലാടണ്ട. ആ, ഇതെന്താ രണ്ട് കാറ്? എന്റെ മോൻ അവിടെ ചെന്ന് ഇറങ്ങുന്നതൊക്കെ അന്തസ്സിൽ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പോയി കയറടാ. നിനക്ക് അവന്റെ കാറിൽ പോയാ പോരെ? വേണ്ട, എന്റെ മോൻ എങ്ങനെ ആരുടെ അവതാരത്തിൽ പോണത് എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെല്ല്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവന്മാരെങ്ങാണോ ഓവർടേക്ക് ചെയ്ത് കേറിയാൽ താൻ എന്റെ കൈ മേടിക്കും. സാർ എന്ത് വർത്തമാനം പറഞ്ഞു? വർത്താനമൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. വണ്ടി വിട്. ഒരു കാരണവശാലും ഈ കാർ ആ കാറിന് പുറകിലാവാൻ പാടില്ല. അക്കാര്യത്തിൽ സാറ് പേടിക്കണ്ട. എന്നാ വിട്ടോ. എന്തൊരു സ്പീഡിലാ നമ്മുടെ മോൻ പോണേ ഇല്ലേ? ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. MP കൃഷ്ണൻകുട്ടി, NB മാധവൻകുട്ടി, NB കൃഷ്ണൻകുട്ടി, NB മാധവൻകുട്ടി വന്നിട്ടില്ലേ? നീ ചെളി തെറിപ്പിക്കുവല്ലടാ. ഇങ്ങോട്ടിറങ്ങാം. എന്റെ വണ്ടി നീ ഓർത്തേക്ക് അല്ലടാ. അടിയും കൊണ്ട് നോക്കിക്കാ. പോയി അടിയാ. ഞാൻ ബാലകൃഷ്ണക്കുറുപ്പിന്റെ മകനാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാനും ബാലകൃഷ്ണക്കുറുപ്പിന്റെ മകൻ തന്നെയാണ്. ഞാൻ മുന്നേറ്റ മാധവൻകുട്ടി ആണെങ്കിൽ ഇതിന് പകരം ചോദിക്കും. ഞാൻ മുന്നേറ്റ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ ഇതിന് പകരം ചോദിക്കും. എന്താ പ്രശ്നം? ഇതാണ് പ്രശ്നം. നോൺസെൻസ്. ഇതെന്താ കാണാത്തന്റെയാണോ? സാർ ഇവനെ പിടിച്ച് പുറത്താക്കണം. സാർ ഇവനെ പിടിച്ച് പുറത്താക്കണം. സാർ മനസ്സിലായി. അച്ചടക്കത്തോടെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണിത്. നിങ്ങളെ പോലുള്ളവരെ ഇവിടെ വെച്ചു ഓർപ്പിക്കാൻ പറ്റില്ല. സാർ, Get out. Both of you get out. വേണ്ട, ഇനി അധികം വിസ്തരിക്കണ്ട. അയാള് വിളിച്ചു പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. നാണക്കേട്. കുറുപ്മാഷ മക്കള്. ഇനി നിനക്കൊക്കെ വേണ്ടി ഒരുത്തന്റെ അടുക്കലും ഞാൻ റെക്കമെൻഡേഷൻ പറയില്ല. എനിക്ക് മതിയായി. പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന്.
ഇതിന് മാത്രം പറയാൻ ഇവന് എന്ത് തെറ്റിയതെന്നാ? നീ ഒരുത്തിയാണ് ഇവനെ ലാളിച്ച് ലാളിച്ച് ഇത്രയും വഷളാക്കിയത്. വഷളാക്കിയെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം. ഓ. അല്ലെങ്കിലും അതെ, ഞാനും എന്റെ മോനും നിങ്ങക്ക് ചതുർത്തി കാണുന്ന പോലെയാ. വേറെ ഉണ്ടല്ലോ രണ്ടെണ്ണം നിങ്ങൾക്ക് പുന്നാരിക്കാൻ. എനിക്കിതൊന്നേ ഉള്ളൂ. എന്റെ കുഞ്ഞുലക്ഷ്മി, എനിക്ക് അവളും നീയും വേർതിരിവില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഓ, കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇവന് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലെന്നാണോ നീ പറയണേ? വേണ്ട, എനിക്ക് വേണ്ടി അച്ഛൻ ഇനി നാണം കിടണ്ട. ആരുടെ ഔദാര്യം ഇല്ലാതെ ഒരു ജോലി എനിക്ക് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, നീ നോക്ക്. നോക്കാം. നോക്കടാ. നോക്കും. എടാ, നോക്കാൻ. അച്ഛാ, എന്തേ നിന്റെ അച്ഛനെ ദയിപ്പിക്കാൻ സമയമായ? എനിക്കറിയില്ല. അമ്മൂനെ കാണാൻ വരാമെന്ന് പറഞ്ഞവർ വന്നിട്ടുണ്ട്. വന്ന് അവരോട് ചോദിക്കും. നീ പോയിക്കോ, ഞാൻ എന്താ വരുന്നു. ആരാ അവളെ കാണാൻ വന്നിരിക്കണേ? കളക്ടർ? ചോദിച്ചത് കേട്ടില്ലേ? നാം ഇറങ്ങിപ്പോയോ? പിന്നെ ഇത്രയും നാളെ ജോലി ചെയ്ത് അവളെ മക്കളെ തീറ്റിപ്പോറ്റി. ഇനി ശ്രീധനൊന്നും പറഞ്ഞ 5 പൈസ ഇവിടുന്ന് കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട. നിന്റെ ഖജനാവിന്നൊന്നും വേണ്ട. എന്റെ മോൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടെങ്കിൽ അത് നടക്കും. എന്താ പേര്? അമ്മു. എത്രയിലാ പഠിക്കണേ? PDC കഴിഞ്ഞു. ഇപ്പൊ ടൈപ്പ് പഠിക്കുക. ടൈപ്പ് പഠിക്കുന്നത് നല്ലതാ. ടൈപ്പല്ല, ടൈപ്പ്, ടൈപ്പ് റൈറ്റിംഗ്. ആ, അതും നല്ലതാ. എന്നാൽ അമ്മുക്കുട്ടി വെക്കുള്ളൂ, നിന്ന് വേർക്കണ്ട. എന്താടി ഇത്ര ചിരിക്കാൻ? അമ്മ കേട്ടില്ലേ, നഴ്സറി പിള്ളേരോട് ചോദിക്കണമാര് ഓരോ ചോദ്യങ്ങള്. ഒരു പച്ച പരിഷ്കാരി. ആട്ടെ, നിനക്ക് ആളെ ഇഷ്ടായോ? കാഴ്ചക്ക് വലിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ല. എന്നാലും ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ സ്വഭാവം എങ്ങനെയാന്ന് ഒരു ചെറിയ ഔട്ട്ലൈൻ കിട്ടിയനെ. ഓ, അതൊക്കെ അറിഞ്ഞിട്ടേ നിന്നെ പിടിച്ചു കൊടുക്കുന്നുള്ളൂ. ശരി. അക്കാര്യത്തില് ഞങ്ങൾക്ക് പ്രത്യേക ഡിമാൻഡുകളൊന്നുമില്ല. മാഷുടെ മകള്, അവൾക്ക് അർഹതപ്പെട്ട എന്താച്ചാ മാഷ് കൊടുക്കുക. എന്താ? അതെ. ആ, പിന്നെ മുല്ലേത്ത് തറവാട്ടുകാരുടെ അന്തസ്സുണ്ടല്ലോ, അത് മാഷ് കളഞ്ഞു കുളിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാനൊന്ന് ആലോചിച്ചിട്ട്. പിന്നെ അധികം വൈകരുത്. ചിങ്ങം കഴിയണതിന് മുമ്പ് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ വൈകിക്കണില്ല. വരട്ടെ. ആ. എന്താ ആലോചിക്കണേ? ആ കാരണവര് ചങ്കിനൊരു കുത്തു കുത്തിയിട്ടാ പോയത്. എന്തേ? തറവാടിന്റെ അന്തസ് കളയാൻ പറ്റുമോ? ഒരു 10-12 പവന്റെ ആഭരണം ഇല്ലാതെ അവൾ എങ്ങനെയാ പറഞ്ഞു? പിന്നെ കല്യാണ ചെലവ് വേറെ. അവിടെ നിന്ന് നയാ പൈസ എടുക്കാൻ അവള് സമ്മതിക്കില്ല. അല്ലെങ്കിൽ അവരുടെ പൈസ കൊണ്ട് എന്റെ മോളുടെ കല്യാണം നടത്താൻ വേണ്ട. ഓ, അവരോട് ഔദാര്യമില്ലാതെ ഈ കല്യാണം നടത്താൻ വേറെ വഴിയൊന്നുമില്ലേ? ഉണ്ട്, വഴിയുണ്ട്. ഇണ്ടടി, ഇണ്ടടാ. എന്താ? നീ ആ നോട്ടടിക്കുന്ന മെഷീൻ എടുത്തേ, എന്നിട്ട് കുറച്ച് നോട്ടം അടി. അച്ഛന് പറ്റൂലെങ്കിൽ പറ. എന്റെ പെങ്ങളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. എനിക്ക് പറ്റില്ല. നീ അങ്ങനെ നടത്ത്. അതിപ്പോ എടാ, നടത്താൻ ഒരു ആവശ്യത്തെ അങ്ങനെ പറഞ്ഞു പോയെന്ന് വെച്ച് ഇനിയിപ്പോ അതിനെ പിടിച്ച് കയറിക്കോ. മര്യാദയ്ക്ക് ഒരു ജോലി സമ്പാദിച്ചു കൊടുത്തിട്ട് അത് കൊണ്ടെടുക്കാൻ പറ്റാത്തവനാ അവന്റെ അമ്മേനെ കടിക്കാൻ പോണം. അതിനിപ്പോ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല, ഒക്കെ എന്റെ കുറ്റ. എനിക്കിത് കിട്ടണം. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാ. അയ്യറിന്റെ എക്സാം വരുന്നുണ്ടടി. ഞാൻ എഴുതുന്നു. അതെന്താ? എനിക്ക് കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്ന് കേട്ടു. അതെ. അതിനിപ്പോ എന്താ വേണ്ടേ? മുൻകൂട്ടി ഒന്ന് അറിയിക്കായിരുന്നു. എന്താ സദ്യ ഒരുക്കണ വല്ല പരിപാടി ഉണ്ടോ? ആ, വേണ്ടി വന്നാ സദ്യ ഒരുക്കും.
സമയാവട്ടെ അപ്പൊ അറിയിക്കാം. തൽക്കാലം കൈയെടുക്ക്. അല്ല ചെറിയൊരു അഡ്വാൻസ് തന്നിട്ട് പോ. ഫസ്റ്റ് റാങ്ക് പാസ്സാവണം. ഈ ജോലി എനിക്ക് ഷുവറാ. ആദ്യത്തെ ശമ്പളം വാങ്ങി അച്ഛന്റെ മുമ്പിൽ കൊണ്ടുപോയി എറിഞ്ഞിട്ട് പറയും, ആരുടെയും ശുപാർശയില്ലാതെ മാധവൻകുട്ടിക്ക് ഒരു ജോലി കിട്ടിയത്. അമ്മ നോക്കിക്കോ. എറിയൊന്നും വേണ്ട, ആ ടീപ്പോയിൽ എവിടെയെങ്കിലും വെച്ചാ മതി. എറിഞ്ഞാലേ ശരിയാവും. ആ, നീ ഇന്റർവ്യൂ കാർഡൊന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല. എന്നാ ഇനി വൈകിക്കണ്ട, എനിക്കൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാനുണ്ട്. പോയിട്ട് വരും. ശരിയമ്മ. എന്താ പ്രശ്നം? ഒന്നുമില്ല വലിയേട്ടാ. പിന്നെന്തിനാ നീ ഓടിയത്? അത് ആരാവന്മാര്? അറിഞ്ഞൂടാ. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോ പുറകെ വന്ന് വേണ്ടാത്തൊക്കെ പറയും. ഇന്നലെ എന്റെ മുമ്പിൽ കയറിയെന്ന് വഴി തടഞ്ഞു. ഓ, പൂവാലന്മാരായിരിക്കും. നീ വാ. വേണ്ട വലിയേട്ടാ, വെറുതെ വഴക്കുണ്ടാക്കണ്ട. നീ പേടിക്കാതിരിക്കേ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്ത് ചോദിച്ചാലും തരൂ. പിടിച്ചേ. ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് മനസ്സിലായില്ലടാ. നീ വാ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ കൊണ്ടാക്കാം. നീ കേറ്. വലിയേട്ടൻ കയറിക്ക്, എനിക്ക് ഇടയ്ക്ക് ഇറങ്ങാനുള്ളതല്ലേ. കണ്ണിക്കണ്ട തെണ്ടികളിലൂടെ സവാരി നടത്താനാ നീ രാവിലെ അണിഞ്ഞൊരു ഇറങ്ങണേ? കൊച്ചിട്ട കാര്യം അറിയാണ്ട് സംസാരിക്കരുത്. നീ എന്നെ കാര്യമൊന്നും പഠിപ്പിക്കണ്ട. അവിടെ വരെ നടന്നു പോയതാടി, നിന്റെ കാല് തേഞ്ഞു പോവൂ. കൊച്ചിട്ട ഞാൻ ഒക്കെ നീ പറയാം. ഒന്നും പറയണ്ട. കൃഷ്ണൻകുട്ടി, ഇവൾ എന്റെയും കൂടെ പെങ്ങളാ. വേണ്ട, അവക്ക് ഒരാങ്ങളേ ഉള്ളൂ, അത് ഞാനാ. വാടി വീട് കൊച്ചിട്ട, കൊച്ചിട്ട ദുഷ്ടനാ. ഇങ്ങോട്ട് വരാൻ. വലിയേട്ടാ. ഈ ആങ്ങള വന്നിരിക്കുന്നു. വലിയേട്ടാ. സാറേ പോവാ. ആ. ഇനി പോയിട്ട് കാര്യമില്ല, നിങ്ങൾ പൊയ്ക്കോ.